ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളുള്ളത് ഇന്ന് കുളപ്പുറം ഭാഗത്താണ്. കുളപ്പുറം ഭാഗത്ത് ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ കുറഞ്ഞ ഭാഗങ്ങളും കൂടി മണ്ണെടുത്തിട്ട് ലെവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്ന ഡിവൈഡറുള്ള ഭാഗങ്ങൾ നമ്മളെ മെയിൻ റോഡായിരുന്നു ആദ്യത്തെ. ആ ഒരു റോഡിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ മാന്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ സൈഡിൽ എന്താ പറയുക, സർവീസ് റോഡൊക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇവിടെ മണ്ണെടുത്ത് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ കുറഞ്ഞ ഭാഗങ്ങളാണ് ഇനി മണ്ണെടുക്കാനുള്ളത്. പിന്നെ അവിടെ നിന്നാണ്ട് ഈ ഒരു സൈഡിലും സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. പഴയ റോഡ് തന്നെ നിലനിർത്തി സർവീസ് റോഡാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ഷോർട്ട് കട്ടിങ്ങിൻ്റെ ഇപ്പുറത്തേക്കാണ് ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുളപ്പുറം ഓവർപാസിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഷോർട്ട് കട്ടിങ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ താഴെ ആയിട്ട് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടാറിങ്ങിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഇന്നലെ പാലക്കലെ വീഡിയോയിൽ കണ്ടത്. ഇവിടെ ടാറിങ് അല്ല, ബോളറൊക്കെ പരത്തുന്ന ആ ഒരു വീഡിയോസാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ടാറിങ്ങിൻ്റെ അടുത്തേക്ക് എത്താൻ പോകുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊരു ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മിക്സിംഗ് ഒക്കെ പരത്തിയിട്ട് ഈ ഒരു ഹൈറ്റിൽ ചെയ്ത് അതിൻ്റെ മുകളിൽ അടുത്തൊരു സ്റ്റെപ്പായിട്ട് വീണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് ഫസ്റ്റ് കോട്ടിങ് ടാറിങ് വരിക. നല്ല അത്രയും കവറിങ് ആയിട്ടാണ് ഓരോരോ വർക്കുകൾ നടക്കുന്നത്. അതൊരു ലെയറാണ് ആ ഒരു ഭാഗത്തടക്കം. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ മുകളിൽ വേറൊരു ലെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതൊരു ലെയറാണ്, അതിൻ്റെ മുകളിലൊരു ലെയർ വേറെ ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലാണ് വർക്ക് വരിക. അപ്പോൾ ആ ഒരു സൈഡിൽ ബോളറൊക്കെ പരത്തുന്ന ഒരു പരിപാടികളും അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹൈറ്റ് കണ്ടില്ല, ഈ ഒരു ലെവലിലേക്കാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തം വർക്കുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ വർക്കുകൾ ഈ ഒരു നിലയിലായിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെയാണ് വർക്കുകൾ. നല്ലൊരു ഭംഗി ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഓവർപാസിന്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ കുളപ്പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാ. കുളപ്പുറത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാച്ചിട്ട് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ലൈവായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുളപ്പുറത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഓവർപാസിൻ്റെ മുകളിലൂടെ അത്യാവശ്യം ചെറിയ വാഹനങ്ങളുടെ ഒരു പാസിംഗ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ വാഹനങ്ങളൊക്കെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. എന്നാലും ബൈക്ക്, ഓട്ടോറിക്ഷ അങ്ങനത്തെ ചെറിയ വാഹനങ്ങൾക്ക് തിരിയാനുള്ളൊരു സൗകര്യം ഇവിടെ KNRC ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് കാറൊന്നും തിരിഞ്ഞു പോകാനുള്ളതിൽ വീതിയിൽ ഡിവൈഡർ നീക്കി വെച്ചിട്ടില്ല. നമ്മുടെ ഈ ഒരു ഭാഗത്ത് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഓവർപാസാണ് ഈ കുളപ്പുറം ഓവർപാസ്. ഈ കുളപ്പുറം ഓവർപാസാണ് നമ്മൾ ആദ്യം ഏകദേശം നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ രണ്ടാമത്തോ മൂന്നാമത്തോ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കുളപ്പുറം ഓവർപാസിന് നമ്മൾ കാണിച്ചത്. നമ്മൾ ഒരു തുരങ്കപാത എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം വലിയൊരു സപ്പോർട്ട് എല്ലാവർക്കും കിട്ടിയ ഒരു വീഡിയോസും കൂടി ആയിരുന്നു കുളപ്പുറം ഓവർപാസിൻ്റെ ഒരു വീഡിയോ. നമ്മൾ മലപ്പുറത്തൊരു തുരങ്കപാത എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കൊടുത്തിരുന്നു. ആ ഒരു വീഡിയോ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്തില്ല എന്നല്ല കേട്ടോ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഓവർപാസിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ ഇതാണ്. ഇവിടെയൊക്കെ നല്ല സൂപ്പറായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ പാലക്കൽ ഇന്നാളെ മഴ പെയ്തപ്പോൾ ഇടിഞ്ഞത് ഇതുപോലത്തെ ഒരു ഭാഗത്താണ് കേട്ടോ. ഈ ഓവർപാസിൻ്റെ
തൊട്ടടുത്തുള്ള ഈ ഒരു ഭാഗം ആണ് നാള് അവിടെ പൊട്ടി ഇടിഞ്ഞു വീണത്, മണ്ണിടിഞ്ഞു വീണത്. ഇതൊക്കെ എത്രത്തോളം സേഫ്റ്റി ആണെന്ന് നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മളെ കാട്ടി. കാരണം വിദേശ സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ, ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഷോർട്ട് കട്ടിങ്ങിനൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. നമ്മളിവിടെ ഈ ഭാഗങ്ങളിൽ കണ്ട ഒരു അറിവേ ഉള്ളൂ. പിന്നെ നമ്മൾ അറിയില്ല എന്ന് പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അറിയാത്തത് കൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയണില്ല. അറിയാത്തത് ഊഹാപോഹം വെച്ചിട്ടാണ് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഒരുപാട് ദൂരത്തെ ഓരോരോ വീഡിയോസുകൾ നമ്മളതിൽ കമൻറ്റ് വന്നിരുന്നു, ചെയ്യുമോ ചോദിച്ചിട്ട്. നമ്മൾ ചെയ്യാൻ നമുക്ക് വിരോധമില്ല കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഒരു ഡ്രൈവറാണ്. അതിൻ്റെ ഇടയിലൂടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുകൊണ്ട്. അപ്പോൾ ചില സാഹചര്യം കൊണ്ട് നമുക്ക് ജോലിയൊന്നും ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഞാൻ ടൂറിസ്റ്റ് വണ്ടിയിലും ഒക്കെ പോകുന്ന ആളാണ്. നമ്മൾ ഓട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മുഴുവനായിട്ട് ഇതിന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ, ഞങ്ങളുടെ ഈ ഒരു ഏരിയ, എൻ്റെ വീട് VK കുളപ്പുറം ഭാഗത്താണ്. ആ ഒരു കുളപ്പുറത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഞാനുള്ളത്. നമ്മളൊരു ഇവിടെ ഒരു 10-25 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൂടുതലും വീഡിയോസുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ കൂടുതലായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ചെറിയ ഗ്യാപ്പുകളൊക്കെ കിട്ടിയാൽ നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വീഡിയോസ് കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കുളപ്പുറം ഓവർപാസിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക്. രാവിലെ നമ്മൾ കണ്ട ഈ ഒരു സ്ഥലം, രണ്ടാമത്തെ ലെയർ മുഴുവനായിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ഇതവിടെ വർക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ട് ഒരുപാട് ദൂരം അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ നമുക്കൊരു 11 മണിയായി. നമ്മൾ രാവിലെ വീഡിയോ എടുത്ത സമയം ഏകദേശം ഒരു 7:30 ആയിരുന്നു, 7-8 മണി സമയത്തായിരുന്നു രാവിലെ. ഈ ഒരു സമയമായപ്പോഴത്തേന് ആ ഒരു വരി മൊത്തം അവിടെ മൊത്തത്തിൽ ഫിനിഷിംഗ് ആയിട്ടാണ്. ഈ ഒരു ഭാഗം മൊത്തം വർക്കുകൾ സ്പീഡായിട്ടാണ് നമ്മളെ KNRC നടക്കുന്നത്. ഒരുപാട് തവണ പറയുന്നതാണ്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. KNRC തകർത്താടുകയാണ്. അതാണ് കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്കുള്ള ഭാഗങ്ങൾ കുറച്ച് സ്ഥലം കൂടി മണ്ണെടുത്തിട്ട് ഓവർപാസ് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കുളപ്പുറം ഓവർപാസിൻ്റെ വീഡിയോസാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യാം. നമ്മളെ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ യൂട്യൂബിന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്കൊക്കെ ഒന്ന് ചെയ്യാം, പിന്നെ കമൻറ്റൊക്കെ ഒന്ന് ഇട്ടോളിക്കാം. കമൻറ്റൊക്കെ ഇട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ.